Combination of solids. Question number 1. A pentagonal pyramid with base edge 20 mm and height 40 mm rests centrally on top of a cylinder with base circle diameter 80 mm and height 30 mm. Draw the isometric view of the combination. കോമ്പിനേഷൻ ഓഫ് സോളിഡ്സിലെ ക്വസ്റ്റ്യനിൽ രണ്ടിലധികമോ സോളിഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ പെന്റഗണൽ പിരമിഡും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ സിലിണ്ടറും പറഞ്ഞിട്ടുണ്ട്. പെന്റഗണൽ പിരമിഡിന്റെ ബേസ് എഡ്ജ് 20 mm, ഹൈറ്റ് 40 mm. സെക്കൻഡ് സോളിഡ് എന്ന് പറയുന്നത് സിലിണ്ടർ with a base circle diameter 80 mm, height 30 mm. ക്വസ്റ്റ്യനിൽ പെന്റഗണൽ പിരമിഡിനെ നമ്മൾ സിലിണ്ടറിന് മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സിലിണ്ടറിന്റെ ടോപ്പ് സർക്കുലർ ഫേസിലായിട്ടാണ് പെന്റഗണൽ പിരമിഡിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ രണ്ട് സോളിഡ്സിൻ്റെയും കൂടെ ഈ ഒരു കമ്പൈൻഡ് പൊസിഷന്റെ ഐസോമെട്രിക് വ്യൂ ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനായിട്ട് രണ്ട് സ്റ്റെപ്സ്. ഫസ്റ്റ് സിമ്പിൾ പൊസിഷൻ, ഈ കമ്പൈൻഡ് പൊസിഷന്റെ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക യൂസിങ് ദി ഡയമെൻഷൻസ് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ സിമ്പിൾ പൊസിഷനെ ബേസ് ചെയ്തിട്ട് ഐസോമെട്രിക് വ്യൂ വരയ്ക്കുക. സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഐസോമെട്രിക് പ്രൊജക്ഷനിലാണെങ്കിൽ ടോട്ടൽ 3 സ്റ്റെപ്സ് വരും. ഫസ്റ്റ് സ്റ്റെപ്പ് ഐസോമെട്രിക് സ്കെയിൽ പ്രിപ്പയർ ചെയ്ത് ഐസോമെട്രിക് ലെങ്ത്തുകൾ കണ്ടുപിടിക്കുക. ഈ തന്നിരിക്കുന്ന ഓരോ ഡയമെൻഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത്തുകൾ ഐസോമെട്രിക് സ്കെയിൽ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഐസോമെട്രിക് ലെങ്ത്തുകൾ യൂസ് ചെയ്ത് സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക. ആ സിമ്പിൾ പൊസിഷനെ ബേസ് ചെയ്തിട്ട് ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുക. അപ്പം നമുക്കിപ്പോൾ കിട്ടിയ ക്വസ്റ്റ്യനിൽ ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ആകെ 2 സ്റ്റെപ്പുകളെ വരുന്നുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് സിമ്പിൾ പൊസിഷൻ യൂസിങ് ദി എക്സാക്ട് ഡയമെൻഷൻസ് ആസ് ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസോമെട്രിക് വ്യൂ ബേസ്ഡ് ഓൺ ദി സിമ്പിൾ പൊസിഷൻ. ഇനി കോമ്പിനേഷൻ ഓഫ് സോളിഡ്സിൽ ഏത് രണ്ട് സോളിഡ്സിന്റെ കോമ്പിനേഷൻ വേണമെങ്കിലും ചോദിക്കും. ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. ഇതിൽ സിലിണ്ടറിന് മുകളിലായിട്ട് പെന്റഗണൽ പിരമിഡിനെ പ്ലേസ് ചെയ്തിരിക്കും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യമേ XY ലൈൻ വരച്ചു. ഫസ്റ്റ് XY ലൈൻ വരച്ചു. XY ലൈൻ വരച്ചതിന് ശേഷം നമുക്കിവിടെ ടോപ്പ് വ്യൂവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂവിൽ ഉള്ള സോളിഡ്സ് എന്ന് പറയുന്നത് സിലിണ്ടറും പെന്റഗണൽ പിരമിഡുമാണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് സിലിണ്ടർ റെസ്റ്റിംഗ് വിത്ത് ഇറ്റ്സ് ബേസ് ഓൺ HP ആകുമ്പോഴത്തേക്കും അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഒരു സർക്കിളും പിന്നെ പെന്റഗണൽ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഒരു പെന്റഗണൽ ഷേപ്പ് വരും. അപ്പം ഇതിൽ ഫസ്റ്റ് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് XY ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ വരയ്ക്കാൻ പോകുന്നത് ഇവിടുത്തെ ഈ പെന്റഗണാണ്. അപ്പോൾ പെന്റഗൺ ഫസ്റ്റ് വരയ്ക്കുക. പെന്റഗൺ വരച്ചതിന് ശേഷം സർക്കിളിനെ സെക്കൻഡ് സെക്ഷനിലായിട്ട് വരയ്ക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ പെന്റഗൺ വരയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് XY ലൈൻ വരച്ചു. XY ലൈൻ വരച്ചതിന് ശേഷം XY ലൈൻ പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ സ്കെയിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം XY ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് സ്കെയിൽ അറേഞ്ച് ചെയ്തു. പെന്റഗണൽ പിരമിഡിൻ്റെ ബേസ് എഡ്ജ് തന്നിട്ടുണ്ട് 20 mm ആണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്യൂട്ടബിൾ ഡിസ്റ്റൻസ് താഴത്തേക്ക് മാറും. അസ്യൂംഡ് ഡിസ്റ്റൻസ് ആണ്. അവിടെ നിന്ന് 20 mm ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ സാധാ വരയ്ക്കുന്ന പോലെ പെന്റഗണിൻ്റെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യും. പെന്റഗണൽ പിരമിഡ് ആയതുകൊണ്ട് ഇവിടുത്തെ സ്ലാൻഡിങ് എഡ്ജസും കൂടെ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടുത്തെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് 20. ഇവിടുത്തെ ഓരോ എഡ്ജസിൻ്റെയും പെന്റഗണൽ പിരമിഡിൻ്റെ ഓരോ എഡ്ജസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 ആണ്. ഇനി അപ്പെക്സ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മുടെ സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂ ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് സർക്കിളായിരിക്കും. അപ്പോൾ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ വന്നിട്ട് 80 mm ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് 40 mm റേഡിയസ് കോമ്പസിലെടുക്കുക. 40 mm റേഡിയസ് കോമ്പസിലെടുത്തതിന് ശേഷം 40 mm റേഡിയസ് കോമ്പസിലെടുത്തതിന് ശേഷം ഈ പോയിന്റ് സെൻറ്റർ ആക്കുക. അതായത് നമ്മൾ ആദ്യമേ വരച്ച പെന്റഗണൽ പിരമിഡിൻ്റെ അപ്പെക്സ് സെൻറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ചു.
അപ്പോൾ നമുക്ക് പെൻറ്റഗണൽ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂ ആയിട്ടുണ്ട്. ഇതിൽ ആദ്യം പെൻറ്റഗൺ വരയ്ക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻറ്റഗൺ വരച്ചതിന് ശേഷം അതിന് അല്ലെങ്കിൽ അതിൽ യൂണിഫോമായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ സർക്കിളിനെ പ്ലേസ് ചെയ്യുന്നതാണ് എളുപ്പം. അല്ലാതെ ഫസ്റ്റ് സർക്കിൾ വരച്ചിട്ട് പിന്നെ പെൻറ്റഗണിനെ നമ്മൾ ഇതിനുള്ളിൽ ഫിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെൻട്രലായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് പെൻറ്റഗൺ വരച്ചതിന് ശേഷം സർക്കിൾ വരച്ച്. അപ്പം ഇത് ഇത്രയായപ്പോഴത്തേക്കും നമ്മുടെ ടോപ്പ് വ്യൂ ആയിട്ടുണ്ട്. ഇതിൽ ഈ സർക്കിൾ എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ടോപ്പ് വ്യൂ, ഈ പെൻറ്റഗണൽ ഷേപ്പും ഈ സ്ലാൻഡിങ് എഡ്ജസ് എന്ന് പറയുന്നത് പെൻറ്റഗണൽ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂ. ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരയ്ക്കേണ്ടത് ഫ്രണ്ട് വ്യൂയിലോട്ടാണ് പോയിന്റ്. അപ്പോൾ ഫ്രണ്ട് വ്യൂയിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഇതിലെ ഓരോ പോയിൻറ്റ്സിനും ആദ്യം നമുക്ക് ബോട്ടം സോളിഡാണ് വരയ്ക്കേണ്ടത്. ബോട്ടം സോളിഡ് എന്ന് പറയുന്നത് സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ മുകളിലാണ് പിരമിഡിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം സിലിണ്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിളിൻ്റെ ഇവിടെ ടാൻജൻസ് വരയ്ക്കുക. സിലിണ്ടറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 30 mm ആണ്. ഇവിടെ നിന്നും ടാൻജൻ്റായിട്ട് വരയ്ക്കുക. എക്സ് വൈക്ക് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരയ്ക്കുക. സർക്കിളിന് ടാൻജൻറ്റ് എക്സ് വൈക്ക് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരച്ചിട്ട് ഇതിവിടെ ഹൈറ്റ് 30 കൊടുത്ത് നമ്മൾ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ്. അപ്പോൾ ഇവിടുത്തെ ഈ വയലറ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ സിലിണ്ടറിൻ്റെ ടോപ്പിയും ഇവിടുത്തെ ഈ വയലറ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഫ്രണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇവിടുത്തെ ഈ റെക്റ്റാങ്കിളിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം? പിരമിഡിൻ്റെ പെൻറ്റഗണൽ പിരമിഡിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ അപ്പെക്സിന് വേണം, പെൻറ്റഗണൽ പിരമിഡിൻ്റെ അപ്പെക്സിന് വേണം ഫസ്റ്റ്, അല്ലെങ്കിൽ ആക്സിസിന് വേണം ഫസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ആക്സിസിനെ ഫസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തു. ആക്സിസിനെ പ്രൊജക്റ്റ് ചെയ്തു. ഈ പോയിൻറ്റിനെ നേരെ ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ പിരമിഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് 40 mm ഹൈറ്റ് എടുത്തു. 40 mm ഹൈറ്റ് എടുത്തതിന് ശേഷം ഇതിലെ ഓരോ പോയിൻറ്റ്സിനും പിരമിഡിൻ്റെ കോർണേഴ്സ് ഉണ്ടല്ലോ, ബേസ് കോർണേഴ്സ് 1, 2, 3, 4 and 5. അപ്പോൾ ഈ ഓരോ കോർണേഴ്സിനെയും നമ്മൾ ഇവിടത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ശരി, അപ്പം ഇത് ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇതിന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെയും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ്. ഇനി എല്ലാ പോയിൻറ്റ്സിൽ നിന്നും ഇവിടെ ഓൾറെഡി 40 mm ഹൈറ്റ് ആക്സിസ് എലോങ് ദി ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എലോങ് ദി ആക്സിസ് ഈ 90 degree ലൈനിൽ ഓൾറെഡി 40 mm ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഓരോ പോയിൻറ്റ്സിനെയും ജോയിൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരും. നെക്സ്റ്റ് ഇതിൽ നെയിമിങ് കൊടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് സോളിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സിലിണ്ടറാണ്. അപ്പോൾ സിലിണ്ടറിൽ നെയിം കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ടാൻജൻഷ്യൽ നമ്മൾ സിലിണ്ടറിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഒരു സ്ക്വയർ വരയ്ക്കുക. സാധാ ചെയ്യുന്ന പോലെയാണ്. സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഈ സർക്കിളിന് ഒരു സ്ക്വയറിനുള്ളിലായിട്ട് എൻക്ലോസ് ചെയ്യുന്നു. സ്ക്വയറിനുള്ളിലായിട്ട് എൻക്ലോസ് ചെയ്തിട്ട് അതിലെ പോയിൻറ്റ്സിൻ്റെ നെയിം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ കോർണറിൻ്റെ പേര് 1, ക്ലോക്ക് വൈസ് ആയിട്ട് ഇവിടെ 2, ഇവിടെ ആയിട്ട് 3, ഇവിടെ ആയിട്ട് 4. ഇങ്ങനെയാണ് 4 പോയിൻറ്റ്സ് നെയിം ചെയ്ത്. അതിനുശേഷം 1, 2, 3, 4 കൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ ഈ 1, 2ൽ നമ്മുടെ സർക്കിൾ കട്ട് ചെയ്യുന്ന പോയിൻ്റ് ഇവിടെ ഫസ്റ്റ് പോയിൻ്റ് വരുന്നു. അപ്പോൾ ആ പോയിൻറ്റിന് നമുക്കിപ്പം എ എന്ന് കൊടുക്കാം. ഇവിടെ ഒരു പോയിൻ്റ് കട്ട് ചെയ്യുന്നു, അതിന് ബി എന്ന് കൊടുക്കാം. ഇവിടെ ഒരു പോയിൻ്റ് കട്ട് ചെയ്യുന്നു സി, ഇവിടെ ഒരു പോയിൻ്റ് കട്ട് ചെയ്യുന്നുണ്ട് സി എന്ന് കൊടുക്കാം. ഇവിടെ ഒരു പോയിൻ്റ് കട്ട് ചെയ്യുന്നുണ്ട് ഡി എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് എ ബി സി ആൻഡ് ഡി. ശരി, അപ്പം ഇത്രയും ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ഒരു പെൻറ്റഗൺ ഉണ്ട്. അപ്പം ഓൾറെഡി എ ബി അപ് ടു ആൽഫബറ്റ് ഡി വരെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഈ പെൻറ്റഗണൽ പിരമിഡിൽ നെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് കോർണർ ഇ, പെൻറ്റഗണൽ പിരമിഡിൻ്റെ കോർണേഴ്സ് ഇ, എഫ്, ഇവിടെ ജി, എച്ച്, ജി. എല്ലാ പോയിൻറ്റ്സിനും നെയിം കൊടുക്കുന്നതെന്ന് നിർബന്ധമില്ല. നമുക്ക് അല്ലാതെ തന്നെ നെയിമിംഗ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ചില സ്ഥലങ്ങളിൽ ബെറ്റർ ആയിട്ട് വരുന്നത്. ഇനി ഈ പെൻറ്റഗണിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു സ്ക്വയറും കൂടെ വരച്ചിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ നെയിം എന്ന് പറയുന്നത്, ആ സ്ക്വയറിന് 4 കോർണേഴ്സ് വരുന്നുണ്ട്. അതിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർണർ വന്നിട്ട് 5 കൊടുക്കുക. കാരണം ഇവിടെ ഓൾറെഡി 4 വരെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് 5 കൊടുക്കുക, ഇത് 6 കൊടുക്കുക, ഇത് 7 കൊടുക്കുക, ഇത് 8 കൊടുക്കുക. ഇത് ജസ്റ്റ് ഇപ്പോഴത്തെ ഐസോമെട്രിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സേക്ക് ഓഫ് ട്രാൻസ്ഫറിങ്ങിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം നെയിം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് സിമ്പിൾ പൊസിഷൻ വരുന്നത്. ഈ സിമ്പിൾ പൊസിഷൻ ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ ഐസോമെട്രിക് വ്യൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് വരയ്ക്കേണ്ടത് ബോട്ടം സോളിഡാണ് ഐസോമെട്രിക്കിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ ഐസോമെട്രിക്കിൽ ബോട്ടം സോളിഡ് വരയ്ക്കാൻ വേണ്ടി ആദ്യമേ ഒരു ബേസ് ലൈൻ വരച്ചു. എക്സ് വൈ ലൈന് പാരലായിട്ട് ഇവിടെ താഴെയായിട്ട് ഒരു ബേസ് ലൈൻ വരച്ചു.
ബേസ് ലൈനിൽ സ്യൂട്ടബിൾ ആയിട്ട് ഒരു പോയിന്റ് സെലക്ട് ചെയ്തു, 1 എന്ന് കൊടുത്തു. നെക്സ്റ്റ് 1-ൽ വെച്ചിട്ട് 30 ഡിഗ്രി ഇൻക്ലിനേഷനിൽ 2 ലൈൻസ്, ഒന്ന് ലെഫ്റ്റിലേക്കും മറ്റൊന്ന് റൈറ്റിലേക്കും. ഇനി ആ ലൈൻസിൽ എടുക്കേണ്ട ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. 1 മുതൽ 2 വരെയുള്ള ലെങ്ത്ത് കോമ്പസിലെടുക്കുക. 1, 2 എന്ന് പറയുന്ന ലെങ്ത്ത് എടുത്തിട്ട് 1-ൽ വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്തു. അതേപോലെ തന്നെ 1 മുതൽ 4 വരെയുള്ള ലെങ്ത്ത് എടുത്തിട്ട് 1-ൽ വെച്ചിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്തു. നെക്സ്റ്റ് 3 കിട്ടാൻ വേണ്ടി 2 മുതൽ 3 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തു. ഇവിടുത്തെ 2-ൽ വെച്ചിട്ട് 3 ആർക്ക് കട്ട് ചെയ്തു. അതേപോലെ തന്നെ 3 മുതൽ 4 വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് തിരിച്ചിവിടെ വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്തു. 4 വെച്ചിട്ട് 3-ലേക്ക് ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിലിണ്ടറിൻ്റെ ബോട്ടം ഫേസ് എന്ന് പറയുന്നത്, ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്, ബോട്ടം ഫേസ് എന്ന് പറയുന്നത് സർക്കുലർ ആയിരിക്കും. അപ്പം ഈ ഒരു ലെയറാണ് ഫസ്റ്റ് വരയ്ക്കുന്നത്, അതായത് XY ലൈനിൽ ടച്ച് ചെയ്തിരിക്കുന്ന സർക്കുലർ ഫേസ് 1. ശരി, അപ്പോൾ സർക്കുലർ ഫേസ് ഇവിടെ ഐസോമെട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് അത് എലിപ്സ് ആവും. എലിപ്സ് വരയ്ക്കുന്നത് 4 സെൻറ്റർ മെത്തേഡിലാണ്. അപ്പം 1, 2, 3, 4 1, 2, 3, 4 എന്ന് പറയുന്ന ഈ ഒരു പാരലോഗ്രാം, 1, 2, 3 ആൻഡ് 4 എന്ന് പറയുന്ന ഈ ഒരു പാരലോഗ്രാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് 1, 2, 3, 4 എന്ന് പറയുന്ന പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഇവിടെ 1, 2, 3, 4 എന്ന് പറയുന്ന സ്ക്വയറാണ് ഇവിടെ പാരലോഗ്രാമായിട്ട് മാറി. അപ്പോൾ 1, 2-ലുള്ള പോയിന്റ് എ, അത് നമുക്ക് 1 മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ 2 മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്യാം. അങ്ങനെ ഓരോ ഡിസ്റ്റൻസിലും എടുത്ത് കട്ട് ചെയ്ത് 4 സെൻറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ ബോട്ടം എലിപ്സ് വരയ്ക്കും. അപ്പോൾ ബോട്ടം എലിപ്സ് ഞാൻ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്. ബോട്ടം എലിപ്സ് വരച്ചു. അപ്പോൾ അത് സർക്കുലർ ഫേസ് 1 എന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കും അത് ഇവിടെ ഒരു എലിപ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ശരി, നെക്സ്റ്റ് സർക്കുലർ ഫേസ് എന്ന് പറയുന്നത് അറ്റ് എ ഹൈറ്റ് ഓഫ് 30 mm ആണ്. ഇവിടെ നിന്ന് 30 mm ഹൈറ്റിലാണ്, 30 mm ഹൈറ്റിലാണ് അടുത്ത സർക്കുലർ ഫേസ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 30 mm ഹൈറ്റിലേക്ക് ആദ്യമേ ഓഫ്സെറ്റ് ചെയ്യുന്നു. അത് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3 ആൻഡ് 4 ഈ 4 കോർണേഴ്സിൽ നിന്ന് ഓരോ പെർപെൻഡിക്കുലേഴ്സ് വരച്ചു. ബേസ് ലൈനിന് പെർപെൻഡിക്കുലേഴ്സ് വരച്ചു. നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് സിലിണ്ടർ വരയ്ക്കുന്ന മെത്തേഡ്. പുതുതായിട്ട് വേറൊന്നും ഇതുവരെ വന്നിട്ടില്ല, സിലിണ്ടർ വരയ്ക്കുന്ന മെത്തേഡ്. അപ്പോൾ അത് അങ്ങനെ ഓഫ്സെറ്റ് ചെയ്തതിന് ശേഷം അവിടെയും പോയിൻറ്റ്സ് എന്ത് തന്നെയാണ് 1, 2, 3 ആൻഡ് 4. അപ്പോൾ ഇവിടെ 1 മുതൽ 1 വരെയുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ 30, 2 മുതൽ 2 വരെയുള്ള ഡിസ്റ്റൻസും 30 തന്നെയാണ്. അതാണെങ്കിൽ 3, 3, 4. ഇനി മുകളിലത്തെ പുതിയൊരു 1, 2, 3, 4 വന്നിട്ടുണ്ട്. അതിലും നമ്മൾ എന്ത് ചെയ്തു, 4 സെൻറ്റർ മെത്തേഡ് വെച്ചിട്ട് പുതിയൊരു എലിപ്സും കൂടെ വരച്ചു, സിലിണ്ടറിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു സിലിണ്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി ടോപ്പ് എലിപ്സും ബോട്ടം എലിപ്സും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ ടാൻജൻസ് വരയ്ക്കും. ഞാനിവിടെ ഈ ഒരു റീജിയൻ ഡാർക്കൺ ചെയ്യുക, ബോട്ടം എലിപ്സിൽ ഈ ഒരു റീജിയൻ ഡാർക്കൺ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻവിസിബിളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ സിലിണ്ടർ ഒന്ന് ഇമാജിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മനസ്സിലാവും ഇത് ബാക്ക് സൈഡ് ഇൻവിസിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഡാർക്കർ ഷെയ്ഡിൽ വരയ്ക്കായിരിക്കുന്നത്. ഈ ഒരു സോളിഡിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ പെൻറ്റഗണൽ പിരമിഡ് വരയ്ക്കുന്നത്. അപ്പം സിലിണ്ടർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സിലിണ്ടറിൻ്റെ മുകളിലായിട്ട് പെൻറ്റഗണൽ പിരമിഡ് പ്ലേസ് ചെയ്യും. ആ സിലിണ്ടറിൽ നമ്മൾ 2 സർക്കുലർ ഫേസുകൾ വരച്ചു. സർക്കുലർ ഫേസ് 1 സർക്കുലർ ഫേസ് 2 കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇനി ഈ സർക്കുലർ ഫേസ് 2-ൽ തന്നെയാണ് നമ്മുടെ ഈ സിലിണ്ടർ പെൻറ്റഗണൽ പിരമിഡിൻ്റെ ബേസ് ഇരിക്കുന്നത്, അതായത് ഇവിടുത്തെ ഈ പെൻറ്റഗണൽ ഷേപ്പ് ഇരിക്കുന്നത്. അപ്പം മുകളിലത്തെ സർക്കുലർ ഫേസിൽ തന്നെയാണ് പെൻറ്റഗണൽ ബേസ് ഇരിക്കുന്നത്. അപ്പോൾ മുകളിലത്തെ സർക്കുലർ ഫേസ് ഐസോമെട്രിക്കിലേക്ക് മാറിയപ്പോഴത്തേക്കും അതൊരു എലിപ്സായിട്ട് മാറിയത് അല്ലേ. അപ്പോൾ ഈ എലിപ്സിനുള്ളിൽ വേണം ഈ പെൻറ്റഗൺ വരയ്ക്കുക. അപ്പോൾ നമ്മളിത് ഡ്രോയിങ് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി എലിപ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ എലിപ്സ് വരച്ചപ്പോഴത്തേക്കുള്ള 4 സെൻറ്റർ മെത്തേഡിന് യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ലൈൻസ് 2 ഡബിൾ വി ലൈൻസ് ഒക്കെ കാണും. ആ ഡബിൾ വി ലൈൻസ് എല്ലാം റബ്ബ് ചെയ്ത് എലിപ്സിൻ്റെ പോർഷൻ ഒന്ന് നീറ്റാക്കുക. അപ്പോൾ എലിപ്സിനുള്ളിൽ മറ്റൊരു ലൈൻസും തൽക്കാലത്തേക്ക് വേണ്ട. അതെല്ലാം അവോയ്ഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ സർക്കിളിനുള്ളിലുള്ള 5, 6, 7, 8 എന്ന് പറയുന്ന ഈ ഒരു സ്ക്വയർ അല്ലേ. ആ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ ഈ പെൻറ്റഗൺ എൻക്ലോസ് ചെയ്യുന്ന സ്ക്വയറാണ് 5, 6, 7, 8 എന്ന് പറയും അല്ലേ. അപ്പോൾ സ്ക്വയറിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് XY ലൈനിൻ്റെ പെർപെൻഡിക്കുലറും പാരലായിട്ട് നിൽക്കുന്ന എഡ്ജസാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഓരോ 5, 6, 7, 8 ആദ്യം ഇവിടെ ഐസോമെട്രിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിനായിട്ട് 5-ൽ നിന്ന് ഫസ്റ്റ് 5-ലൂടെ പാസ് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, 5-ലൂടെ പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു.
അല്ലേ? അപ്പോൾ അങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഔട്ടർ ലൈനായ 1-4 ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി, 2-3 പോയിന്റ് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, അല്ലേ? ഇതേപോലെ തന്നെ 6-ലൂടെയും 7-ലൂടെയും ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കും. ആ ഹൊറിസോണ്ടൽ നമ്മുടെ ഔട്ടർ സ്ക്വയറിനെ ഇവിടെ ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോയിന്റിലും കട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അതെനിക്ക് തന്നെ 7-ലൂടെ. അപ്പോൾ മൊത്തം എനിക്കിപ്പോൾ പുതുതായിട്ട് കിട്ടിയ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4 എന്ന് പറയുന്ന ഈ ബിഗർ സ്ക്വയറിലായിട്ട് 1-2 ഇവിടെ ഒരു പോയിന്റ്, അതുപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ്. 1-2 2 പോയിൻറ്റ്സ്, 2-3 ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ്. 3-4 ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, അല്ലേ? പിന്നെ 1-4 ഇവിടെയും ഇവിടെയായിട്ട് 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ പ്രൊജക്ഷൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇമേജസ് ആണെന്ന് പറയാം. 1, 2, 3, 4. ഇനി ഇതിൽ ഓരോ ലെങ്ത്തുകളെയും നമ്മൾ കോമ്പസിലായിട്ട് എടുക്കും. അപ്പോൾ 1-2 ഉള്ള 2 പോയിൻറ്റ്സിനെ ഞാൻ ഐസോമെട്രിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ 1 മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. മുകളിലത്തെ പാരലോഗ്രാം വേണം എടുക്കുക. മുകളിലത്തെ 1, 2, 3, 4 ഉള്ളിൽ വരച്ചിരിക്കുന്ന എലിപ്സിലാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? പെൻറ്റഗൺ വരയ്ക്കുന്നത്. അപ്പം 1 മുതൽ ഇതുവരെയുള്ള ലെങ്ത് കോമ്പസിലെടുക്കുക. മുകളിലത്തെ 1-ൽ വെച്ചിട്ട് അവിടുത്തെ 1-2 കട്ട് ചെയ്യും. അതേപോലെ തന്നെ 1 മുതൽ ഇവിടെ 1-2 സെക്കൻഡ് പോയിന്റ് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. 1-ൽ വെച്ചിട്ട് വീണ്ടും ഇവിടെ ഇടാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും കിട്ടിയ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിൻറ്റ്സിനെല്ലാം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരു പോയിന്റ്, 2-3 2 പോയിൻറ്റ്സ്, 3-4 2 പോയിൻറ്റ്സ്, അതേപോലെ തന്നെ 1-4 2 പോയിൻറ്റ്സ്. അപ്പം ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ 1-2 പാരലായിട്ട് ഈ 2 പോയിൻറ്റ്സും തമ്മിൽ ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെ 3-4 പാരലായിട്ട് സെക്കൻഡ് ലൈൻ വരയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് 2-3 പാരലായിട്ട് ഇവിടെ ഒരു ലൈന്, അതേപോലെ തന്നെ 1-4 പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ. അപ്പം ഇവിടെ എൻക്ലോസ്ഡ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ചെറിയൊരു പാരലോഗ്രാമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ചെറിയൊരു പാരലോഗ്രാം, ആ ബിഗർ പാരലോഗ്രാമിന് ഉള്ളിലായിട്ട് ഒരു സ്മോളർ സൈസിലുള്ള ഒരു പാരലോഗ്രാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ പാരലോഗ്രാമിൽ ഈ കോർണർ എന്ന് പറയുന്നത് 5, ഇവിടെ 6, ഇവിടെ 7, ഇവിടെ 8, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഈ പാരലോഗ്രാമിന് ഉള്ളിൽ വേണം നമ്മൾ ആ പെൻറ്റഗണൽ ബേസ് വരയ്ക്കുന്നത്. കാരണം പെൻറ്റഗണൽ ബേസ് എന്ന് പറയുന്നത് അവിടുത്തെ ആ സർക്കിളിൻ്റെ അത്രയും വലുപ്പമില്ല. പെൻറ്റഗണൽ ബേസ് ചെറുതാണ്, അത് 5, 6, 7, 8 ഉണ്ട്. 5, 6, 7, 8 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി അതിനുള്ളിലായിട്ട് വേണം എന്ത് വരയ്ക്കാൻ? പെൻറ്റഗൺ. പെൻറ്റഗൺ വരയ്ക്കാൻ സെയിം മെത്തേഡ് തന്നെയാണ്. 5, 6, 7, 8 5, 6-ലുള്ള 2 പോയിൻറ്റ്സ് ഒക്കെ അതിൽ ജെയും വരുന്നുണ്ട്, ഇയും വരുന്നുണ്ട്. അപ്പോൾ 5 മുതൽ ജെ വരെയുള്ള ലെങ്ത് കോമ്പസിലെടുത്തു, 5-ൽ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തു. അതേപോലെ തന്നെ 6 മുതൽ ഈ വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് 6-ൽ വെച്ചിട്ട് കട്ട് ചെയ്തു. F 6, 7-ലാണ്. അപ്പോൾ 6 മുതൽ F വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തു. അപ്പോൾ അതിനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടിയ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 5, 6-ലായിട്ട് ജെയും ഇയും ജെയും. ഓക്കെ, ഇവിടെ 6, 7-ലായിട്ട് എഫ്, 7, 8 ജി വന്നിട്ടുണ്ട്. ഇവിടെ 5, 8-ലായിട്ട് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പെൻറ്റഗണൽ ബേസ് ആയിട്ട്. ശരി, അപ്പോൾ നമുക്ക് പെൻറ്റഗൺ റഫായിട്ടൊന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ. ഞാൻ ലൈറ്റർ ഷെയ്ഡിൽ ജസ്റ്റ് പെൻറ്റഗൺ കിട്ടിയെന്നുള്ളത് കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്നതേ ഉള്ളൂ. പെൻറ്റഗൺ ഇങ്ങനെ. ഈ പെൻറ്റഗൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടി നമ്മൾ 5, 7 എന്ന് പറയുന്ന ഒരു ഡയഗണൽ വരയ്ക്കുക, 6, 8 എന്ന് പറയുന്ന ഡയഗണൽ വരയ്ക്കുക. അതിൻ്റെ മീറ്റിംഗ് പോയിന്റ് ഇവിടെ ആയിട്ട് കിട്ടും. ശരി, ഇനി ആ പോയിന്റിൽ നിന്ന്, ഈ മീറ്റിംഗ് പോയിന്റിൽ നിന്ന് താഴെയുള്ള ബേസ് ലൈന് പെർപെൻഡിക്കുലറായിട്ട് ഈ മീറ്റിംഗ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു വെർട്ടിക്കൽ വരയ്ക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ബേസ് ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വെർട്ടിക്കൽ വരയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 40 mm. ഞാൻ 40 mm ഹൈറ്റ്. അപ്പോൾ ഈ പോയിന്റ് മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റാണ് 48 വന്നിട്ടുള്ളത്. അത് 3 അല്ല, നേരത്തെ മാർക്ക് ചെയ്തിരുന്നതാണ് 3. ഇത് പുതിയൊരു പോയിന്റ് വന്നതാണ്. ആ പോയിന്റിൻ്റെ പേര് ഇപ്പം തൽക്കാലം O എന്ന് കൊടുക്കാൻ നോക്കാം. O എന്ന്. ശരി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ O മുതൽ ഇവിടുത്തെ ബേസ് കോർണേഴ്സ് വരെയുള്ള ഓരോ പോയിന്റ്സ് വരെയും ജോയിൻ ചെയ്തു. ശരി, അപ്പോൾ ഐസോമെട്രിക്കിൽ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ജിയും എഫും ഇയും എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് കൊടുക്കേണ്ടത്. ശരി, നെക്സ്റ്റ് ഒയിൽ നിന്ന് ജെയിലേക്ക് ആദ്യം OE ജോയിൻ ചെയ്യാം. OE ജോയിൻ ചെയ്യാം. ഇവിടെ EJ ജോയിൻ ചെയ്തു, JH ജോയിൻ ചെയ്തു. അത് നമ്മൾ
ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ വിസിബിൾ എഡ്ജസ് ഇൻവിസിബിൾ എഡ്ജസ് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഷെയ്ഡ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. ഷെയ്ഡ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിൽ അത് പെട്ടെന്ന് വിസിബിൾ ഇൻവിസിബിൾ എല്ലാം ഐസോമെട്രിക്കിൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ശരി, ഇത്രയാണ് വിസിബിൾ എഡ്ജസ് വരുന്നത്. ഇനി ഇൻവിസിബിൾ വന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഇത് ഇൻവിസിബിൾ ആയിരിക്കും. ബാക്ക് സൈഡിലോട്ട് നിൽക്കുവാണ്, ഇതും ഇൻവിസിബിൾ ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു എഡ്ജ് മിസ്സിങ് ആണ്. OF എന്ന് പറയുന്ന എഡ്ജ് ഞാൻ ഇതുവരെ വരച്ചിട്ടില്ല. അപ്പോൾ OF ബാക്കിലാണ്, അതുകൊണ്ട് അത് ഇൻവിസിബിൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ മുകളിലുള്ള പെൻറ്റഗണൽ പിരമിഡ്. അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് പോർഷൻ സിലിണ്ടറിൻ്റെ കുറച്ച് പോർഷൻ ഇവിടെ അത് ഈ പിരമിഡിന് വേണ്ടിയായിരുന്നു ആ സ്പേസ് ലീവ് ചെയ്തിരുന്നത്. പിരമിഡ് എന്തായാലും മുകളിലോട്ട് റൈസ് ചെയ്ത് വരുമെന്നുള്ളൊരു ഐഡിയ ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് പോർഷൻ ലീവ് ചെയ്തിരുന്നു. ഇപ്പം ബാക്കിയുള്ള റീജിയൻസും ഒന്നുകൂടെ ഇടാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ട് മാർക്ക് ക്യാരി ഓവർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ സിലിണ്ടറിനും പിന്നെ പെൻറ്റഗണൽ പിരമിഡിനുമാണ്. അപ്പം അത് രണ്ടും വേണം ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട്. ബാക്കി 4 സെൻറ്റർ മെത്തേഡിൽ യൂസ് ചെയ്ത കൺസ്ട്രക്ഷൻ ലൈൻസ്, പെൻറ്റഗണൽ പിരമിഡ് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തത്, അതെല്ലാം ലൈറ്റർ ഷെയ്ഡിലായിരിക്കുന്നു. ഇത് വേണം ഹൈലൈറ്റ് ചെയ്ത് കാണാൻ. ശരി, അപ്പം ഇത് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സിൽ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്, കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ്. അപ്പോൾ ഇതിൽ ഏത് സോളിഡ് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, ഒന്നിന് മുകളിൽ മറ്റൊന്ന് സ്റ്റാക്ക് ചെയ്യാം. മെത്തേഡ് എന്ന് പറയുന്നത് ഈ സെയിം മെത്തേഡ് തന്നെയാണ്, കോമ്പിനേഷൻസ് ഓഫ് സോളിഡ്സ് അല്ലേ. ഇവിടെ ഏതാണ് പെൻറ്റഗണൽ പിരമിഡ്, പെൻറ്റഗണൽ പിരമിഡ് ഓവർ സിലിണ്ടർ. അപ്പോൾ എല്ലാത്തിലും ഫോളോ ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. പെൻറ്റഗണൽ പിരമിഡ് ഓവർ സിലിണ്ടറിൻ്റെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഡയമെൻഷൻസ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്തോളൂ. സിമ്പിൾ ക്വസ്റ്റ്യനിൽ ഡയമെൻഷൻ ചെയ്താൽ മതി. ഐസോമെട്രിക്കിൽ ഡയമെൻഷൻ ചെയ്യുന്നൊന്നുമില്ല. ഐസോമെട്രിക്കിൽ ബേസ് ലൈൻ എന്നുള്ളത് മാർക്ക് ചെയ്തിരിക്കുന്നു, 30 ഡിഗ്രി ഇൻക്ലിനേഷൻ എന്നുള്ളത് കാണിച്ചിരിക്കുന്നു. അതിന് വേണമെങ്കിൽ ഹൈറ്റോ മറ്റോ 1-2 ഡയമെൻഷൻസ് മാത്രം ചെയ്യും. അപ്പം ഇതിൽ സിലിണ്ടറിൻ്റെ 2 എലിപ്സ് കാണണം. സിലിണ്ടറിൻ്റെ 2 എലിപ്സും പിന്നെ ഇവിടെ തന്നെ ബോട്ടം എലിപ്സിൽ വേണമെങ്കിൽ ഇൻവിസിബിൾ ആയിട്ട് വരയ്ക്കും. അത് കൂടുതൽ ക്ലംസി ആവുന്നുണ്ടെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്യാം. വിസിബിൾ എഡ്ജസ് മാത്രം വരച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം.